നീറ്റ് CBSE പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ ഇടക്കൊച്ചിയിൽ ജനകീയ പ്രതിഷേധം ശക്തം. DSF എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടരങ്ങ് തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നീറ്റ് CBSE പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ DSF എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടരങ്ങ് ഇടക്കൊച്ചിയിൽ സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ് പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ തോറും കയറിയിറങ്ങി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് സഹായകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടന നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് ഉൾപ്പെടെ നൽകിയുണ്ടായിരുന്നതാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നീറ്റ് ഉൾപ്പെടെയുള്ള എക്സാമുകളിൽ സംഭവിച്ച വീഴ്ച, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ തുറന്നു കാട്ടാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല വിദ്യ നൽകുന്നതിന് മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് തന്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം നൽകി ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ്. DSF ജില്ലാ സെക്രട്ടറി റിസ്വാന റിയാസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ വിവിധ പരീക്ഷകളിൽ മികവാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടറി P രാജേഷ്, KMF ജില്ലാ സെക്രട്ടറി വിൻസി ഫ്രാൻസിസ്, DSF സംസ്ഥാന സെക്രട്ടറി ഗോപിക രാജേഷ്, അഭിലാഷ് തോപ്പിൽ, ഷെറീന റിയാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ, ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല. പിന്നീട് നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഒരിക്കലും നമുക്കത് ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ആസ്വദിക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ നയം നമ്മളിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് പോകുന്നതിന്റെ വലിയൊരു ആശങ്ക നമ്മളിൽ എല്ലായിടത്തും ഉണ്ട്. ഇനിയുള്ള പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്ന തരത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ആധുനിക വിദ്യാഭ്യാസ നയം നമ്മളിപ്പോൾ ഈ നാട്ടിൽ ഈ ആധുനിക വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് പാകപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും അതിനനുസരിച്ചുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടോ എന്നൊക്കെ കൂടി പരിശോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സാധാരണ നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക. രാഷ്ട്രീയം എല്ലാവരും ജീവിതത്തിൽ ദൈനംദിനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. നാടിന്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ആളുകളായി നിങ്ങൾ സമൂഹത്തിൽ വളർന്നു വരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.